ജഡ്ജി ശ്രീ കമാൽ പാഷ ചേരുന്നുണ്ട്. സാർ, ഈ ദൃശ്യങ്ങൾ ഞാൻ കാണുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് പക്ഷേ പൊതുസമൂഹത്തെ അങ്ങനെ കാണിക്കാൻ കഴിയാത്ത കാരണം അതിൻ്റെ ക്രൂരതയുടെ അങ്ങേറ്റത്തെ ആധിക്യം കൊണ്ടാണ്. കേരളത്തിൽ റായിങ് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. റായിങ് എന്ന് പറഞ്ഞാൽ കൊല്ലാക്കൊല പല ഗോൾ നടക്കുന്നതിന് തെളിവാണോ സാർ ഈ കാണുന്ന ദൃശ്യങ്ങൾ? ഹാഷ്മി പറഞ്ഞ വളരെ ശരിയാണ്. ഹാഷ്മി ഇത് കാണാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞുള്ളൂ. എനിക്കിത് വായിക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട്. അത്രത്തോളം വലിയ ക്രൂരതയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് ആ ഒരു കോഴ്സിന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണ്. അവരെന്തറിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തിനായി ഉപദ്രവിക്കുന്നത്? യവന്മാരൊക്കെ യഥാർത്ഥത്തിൽ കാടത്തമല്ലേ കാണിക്കുന്നത്? ഇതാണോ റാഗിങ് എന്ന് പറയുന്നത്? ഒരാളെ കളിയാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ശാരീരികമായിട്ട് ഇതുപോലെ ഉപദ്രവിക്കുക, അതായത് ദേഹം മുഴുവൻ കോമ്പസ് കൊണ്ട് കുത്തുകയാണ്. അതായത് തല മുതൽ കാലിന്റെ പാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക, അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക. യവനെയൊക്കെ ഉണ്ടല്ലോ, യവനെയൊക്കെ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് യഥാർത്ഥത്തില് ഈ അറബ് ശിക്ഷാ വിധികൾ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ പറയും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ന്യായീകരിക്കുക എന്ന് പറയും. അവിടെ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അവർ തലവെട്ടും. അപ്പൊ നമ്മൾ എന്തിനാ അതിനെ കുറ്റം പറയുന്നത്? കാരണം യവനെ ഇതേപോലുള്ള അനുഭവിക്കണം, അതാണ് വേണ്ടത്. യവനെയൊക്കെ ഉണ്ടല്ലോ, യവന്റെയൊക്കെ ദേഹം വരഞ്ഞിട്ട് ഞാൻ പറയുന്നത് മുള വരച്ച് തേക്കണം, അതാ ചെയ്യേണ്ടത്. യവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കുന്നവന്മാരെ, ഇവന്മാരൊന്നും മനുഷ്യരല്ല ആഷ്മി, മനുഷ്യരേ അല്ല. ഇവന്മാര് മൃഗങ്ങൾ പോലും സ്വന്തം കൂടെ ഉള്ളവരെ ഇങ്ങനെ ചെയ്യത്തില്ല. വന്യമൃഗങ്ങൾ ചിലപ്പോൾ ചെയ്യും, ഇതല്ലാതെ ചെയ്യത്തില്ല. ഈ അങ്ങനെ ഉള്ളപ്പോഴാണ് ഇത് വീട്ടിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. ഇവനെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു വിടുന്നില്ല ആഷ്മി. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, 7ാം ക്ലാസ്സിലെ ഉള്ള ഒരു കുട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞു, അവനെ മോണിറ്റർ ആക്കിയിട്ട് പറഞ്ഞു ഈ ബഹളം ഉണ്ടാക്കുന്നവരെ പേര് എഴുതിയിടണമെന്ന് പറഞ്ഞു. അവൻ ബോർഡിൽ എഴുതിയിട്ട് ഒരു പേര് എഴുതിയിട്ട് അതിനൊരു തന്തയെന്ന് പറയുന്ന ഒരുത്തൻ, അവനെ തന്തയെന്ന് ഞാൻ പറയത്തേ ഇല്ല, ഒരുത്തന്റെ അച്ഛനെന്നാ പറയുന്ന അവന്റെ പേര്, അവൻ ഈ കുഞ്ഞിനെ റോഡിൽ തടഞ്ഞു നിർത്തി അടിച്ചു ഉപദ്രവിച്ചു. എന്തിനാ? അവന്റെ മോന്റെ പേരെഴുതിയതിന്. അവൻ കുഴപ്പം കാണിച്ചതല്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കമാൽ പക്ഷേ എങ്ങനെയാണ് നോക്കൂ, നമ്മുടെ ഡിവൈഡർ എന്ന് പറയുന്ന സംഗതിയുണ്ട്, 2 ഭാഗത്ത് മുനയുള്ള, അതിൽ ഒരു മുന ഒരു കുട്ടിയുടെ പുക്കിളിലെ കുത്തി കറക്കാണ്. ആ കറക്കലിൽ അത്രയും മുറിവ് ഉണ്ടാവുകയാണ്. മുറിയുമ്പോഴേക്ക് അവിടെ ഈ പറയുന്ന ഷേവിംഗ് ലോഷനോ അതെന്തോ ഒരു സാധനം എടുത്ത് തേക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ്. എന്തൊരു ക്രൂരന്മാരാണ് ശ്രീ കമാൽ പാഷ. റേസർ ഉപയോഗിച്ച് പഠിക്കുക. യവനൊക്കെ മനുഷ്യനാണോ ആഷ്മി? നമ്മൾ നോക്കേണ്ട കാര്യമല്ലേ? ഇതൊന്നും മനുഷ്യരല്ല ഇങ്ങനെ ചെയ്യുന്നവന്മാര്. ഇവനെയൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നവന്മാരെ ഉണ്ടല്ലോ, അവന്മാരെ വേണം നമ്മൾ നോക്കാൻ. ഈ തന്നേ തള്ളയും എന്ത് വൃത്തികേടായിട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. അല്ല ഇങ്ങനെ ചെയ്യുമോ? സഹജീവനിലോട് ഒരു ആർദ്രത, ഒരു അനുകമ്പ എന്തെങ്കിലും വേണ്ടേ? ഒരു എമ്പതി, അതൊന്നും ഇല്ലാതെ അവരെ എന്തെങ്കിലും ചെയ്തോട്ടെ, കളിയാക്കിക്കോട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് മാറുമ്പോ ഇതെന്താണ്? ഒരുത്തിന് 800 രൂപ ആഴ്ച ഓറും കൊടുക്കണം അവന്മാർക്ക്. അത് കൊടുക്കാതിരുന്നപ്പോ തിങ്കളാഴ്ച ചോദിച്ചത് 2000 രൂപയാണ്. 2000 രൂപ ഉണ്ടാക്കി കൊടുക്കണം യവന്മാർക്ക് മദ്യപിക്കാൻ. ഇതൊക്കെ യവനെയൊക്കെ ഉണ്ടല്ലോ, യവനെയൊക്കെ സസ്പെൻഡ് ചെയ്യല്ലേ വേണ്ടേ? യവനൊന്നും ഒരിക്കലും പഠിക്കരുത്. അവനൊക്കെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചോട്ടെ വേറെ, അതാ വേണ്ടത്. യവനെയൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. അങ്ങയുടെ ധാർമ്മിക രോഷം ഞാൻ മനസ്സിലാക്കുന്നു സാർ. പക്ഷേ നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെ